സിവിൽ സർവീസസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഒരു നാടിൻ്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ ചേറ്റുപുഴയിലെ ഡോക്ടർ ശ്രീലക്ഷ്മി. തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ ശ്രീലക്ഷ്മി രണ്ടാമത്തെ ശ്രമത്തിലാണ് സിവിൽ സർവീസസ് എന്ന തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറിൻ്റെ റിപ്പോർട്ട്. സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 131 റാങ്ക് തിളക്കത്തോടെ തൃശ്ശൂരിനുമുണ്ട് അഭിമാനിക്കാൻ. ശ്രീലക്ഷ്മിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഡോക്ടർ ശ്രീലക്ഷ്മി അശ്വിനി ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറാണ് അല്ലേ? എന്ത് തോന്നുന്നു? അത് സ്വാഭാവികമായിട്ട് സന്തോഷമായിരിക്കും, എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതുണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, അപ്പോൾ അത് സാധിക്കാൻ സാധിച്ചത് സന്തോഷമുണ്ട്. കൂടെ അച്ഛനില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഒരു കാലത്താണ് അച്ഛനെ നഷ്ടപ്പെട്ടത്. അതെ, റിട്ടയർഡ് ചന്ദ്രൻ. എങ്ങനെയാണ് ഒരു പ്രിലിമിനറി ഘട്ടം ആദ്യ തവണ എഴുതിയപ്പോൾ കിട്ടിയില്ല, രണ്ടാം തവണ അതെന്താ അതിലേക്കൊരു പോകാനുള്ളൊരു കാരണം ഈ ഒരു രംഗത്തേക്ക് തന്നെ? ഒന്നാമത്തെ കാര്യം അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ എനിക്കും 10ാം ക്ലാസ് കഴിഞ്ഞപ്പം IAS നൽകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ച് അറിഞ്ഞപ്പം ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അതിനെപ്പറ്റി ഊർജിതമായിട്ട് പഠിക്കാൻ ഇരിക്കുകയായിരുന്നു. നമുക്കൊരു അഭിമാനം എന്ന് പറഞ്ഞാലേ കേരളത്തിൻ്റെ പേര് കേരള എന്നായിരുന്നു നാട്ടുകാർ മുഴുവൻ പറഞ്ഞിരുന്നത്. അത് നമ്മളിപ്പോൾ കേരളമെന്നാക്കി. മലയാള മീഡിയത്തിൽ പഠിച്ച ഒരാളാണ് സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. ഒരു സ്വാഭാവികമായിട്ടൊരു അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. എവിടെയായിരുന്നു പഠനം? എങ്ങനെയായിരുന്നു ആ പഠനകാലത്തെ ഓർമ്മകൾ? എങ്ങനെയായിരുന്നു? ഞാൻ സേക്രഡ് ആർട്സ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷം എൻ്റെ അഭിരുചികളെ വളർത്താനും എനിക്ക് നന്നായി പഠിക്കാനും ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ നല്ലൊരാളായി മാറ്റിയെടുക്കാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ മാതൃഭാഷയിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നല്ല നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസിനെ കൂട്ടാനും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ കേരളം എന്ന പേര് മാറ്റിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു സന്തോഷം തോന്നുന്നു. ചേട്ടൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനാണെന്ന് അറിയുന്നു. എന്ത് തോന്നുന്നു അനിയത്തിയുടെ ഒരു അച്ചീവ്മെൻറ്റ്? വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇങ്ങനെ നമ്മളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകൾ ഉയർന്നു വരുമ്പോൾ അത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. IAS ഒരു കരിയറായിട്ട് കാണുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാകാൻ എൻ്റെ അനിയത്തിക്ക് സാധിച്ചതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് കാരണം കിട്ടും. പക്ഷേ ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എപ്പോഴും ധൈര്യം കൊടുക്കാറുണ്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട്. നന്നായി വർക്ക് ചെയ്തിരുന്നു. അതാണ് പറയാനുള്ളത്. അഭിമാനമുണ്ട്. മലയാളത്തിൻ്റെ അഭിമാനമായി ശ്രീലക്ഷ്മി മാറട്ടെ. മികച്ച നേട്ടങ്ങൾ കൈവരിക്കട്ടെ. സന്ദീപ് കോളേജിക്കൊപ്പം ശ്രീകുമാരൻ, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.